ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോളാർ റേഡിയേഷൻ മെഷർമെൻറ്റ്സ് എന്നുള്ള ടോപ്പിക്കാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സോളാർ റേഡിയേഷൻസ് മെഷർ ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരുന്നത്? നമ്മൾ സോളാർ റേഡിയേഷൻസ് നമ്മൾ പല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളെ ടോപ്പിക്കിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും നിങ്ങൾക്കറിയാം. വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് സോളാർ വാട്ടർ ഹീറ്ററുകളുണ്ട്. സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിവൈസുകളുടെയൊക്കെ ഈ സിസ്റ്റങ്ങളുടെയൊക്കെ പെർഫോമൻസ് സ്റ്റഡി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം സോളാർ റേഡിയേഷൻസ് ഒരു സ്ഥലത്ത് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്തുള്ള സോളാർ റേഡിയേഷൻ ഒരു ഇൻസ്ട്രുമെൻറ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ ആ ഇൻസ്ട്രുമെൻ്റ് അവിടെ കൊണ്ട് സ്ഥാപിച്ചിട്ട് കാര്യമില്ല. അപ്പം ഓരോ സ്ഥലങ്ങളിലും എത്രത്തോളം സോളാർ റേഡിയേഷൻസ് അവൈലബിൾ ആണ്, ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ അളക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സോളാർ റേഡിയേഷൻ അളക്കുന്നതിനായിട്ട് 3 തരത്തിലുള്ള ഡിവൈസുകളാണ് ഇന്ന് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ദിസ് വൺ, ദറ്റ് ഈസ് പൈറാനോമീറ്റർ. രണ്ടാമത്തത് പൈർഹീലിയോമീറ്റർ. മൂന്നാമത്തത് സൺഷൈൻ റെക്കോർഡർ. ഈ 3 ഡിവൈസുകളെ കുറിച്ചിട്ടാണ് നമ്മളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ ഈ ഒന്നാമത്തെ ഡിവൈസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പൈറാനോമീറ്റർ ചെറിയൊരു സെക്ഷനാണ്, നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സോ പൈറാനോമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ടോട്ടൽ ഹെമിസ്ഫെറിക്കൽ സോളാർ റേഡിയേഷൻസ്. എന്താ ഈ ടോട്ടൽ ഹെമിസ്ഫെറിക്കൽ സോളാർ റേഡിയേഷൻ? പൈറാനോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസിൽ അത് സോളാർ റേഡിയേഷൻ മെഷർ ചെയ്യണമെങ്കിൽ ആ സോളാർ റേഡിയേഷൻ അത് കളക്ട് ചെയ്യണം ആദ്യം. അപ്പോൾ ആ ഡിവൈസ്, ഫോർ എക്സാമ്പിൾ ആ ഡിവൈസ് ഇങ്ങനെയുള്ളൊരു ഡിവൈസാണെന്ന് വിചാരിക്കുക. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് ഡോം ഉണ്ട്. സോ ഈ ഗ്ലാസ് ഡോമിൽ ഇതിൻ്റെ എർത്തിൻ്റെ ഈ സർഫസിലുള്ള ഈ റീജിയനിൽ നിന്ന് മുഴുവൻ വരുന്ന റേഡിയേഷൻസിനെ ഇത് എന്ത് ചെയ്യാം? കളക്ട് ചെയ്യാൻ പറ്റും. ഏതെല്ലാം റേഡിയേഷൻ? ഡയറക്റ്റ് റേഡിയേഷൻസിനെ കളക്ട് ചെയ്യാൻ പറ്റും, ഡിഫ്യൂസ്ഡ് റേഡിയേഷനെ കളക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന റേഡിയേഷനെ കളക്ട് ചെയ്യാൻ പറ്റും. എല്ലാ റേഡിയേഷനെയും അത് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഹെമിസ്ഫിയറിലുള്ള മുഴുവൻ റേഡിയേഷനെയും ഇതിൻ്റെ ഉള്ളിലേക്ക് മുഴുവൻ റേഡിയേഷൻ എന്നല്ല, എല്ലാ ഡയറക്ഷൻ, ഈ ഹെമിസ്ഫിയറിൻ്റെ ഏത് ഡയറക്ഷനിൽ നിന്ന് വരുന്ന റേഡിയേഷനെയും ഈ ഡിവൈസിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യിക്കും. അതുപോലെ തന്നെ അതിൽ ഡിറ്റക്റ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് എ ഹെമിസ്ഫെറിക്കൽ സോളാർ റേഡിയേഷൻ. സോ ഡിവൈസ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ടോട്ടൽ ഹെമിസ്ഫെറിക്കൽ സോളാർ റേഡിയേഷൻ. Second is, it make use of thermocouples to measure radiations. റേഡിയേഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത് തെർമോകപ്പിൾസ് ആണ് ഉപയോഗിക്കുന്നത്. എന്താണ് തെർമോകപ്പിൾസ് എന്നുള്ളത് നമുക്ക് നോക്കാം. തെർമോകപ്പിൾ എന്താണ് എന്ന് നോക്കാം. തെർമോകപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് റേഡിയേഷൻസ് മെഷർ. ഈ തെർമോകപ്പിൾ, ഇവിടെ തെർമോകപ്പിളിൻ്റെ ഒരു ചിത്രമുണ്ട്. ഇതുണ്ട്, ഒരു ചുമന്ന കളറിലുള്ളൊരു വയർ, ഇവിടെ ബ്ലാക്ക് കളറിലുള്ളൊരു വയർ. ഇത് 2 മെറ്റലുകളാണ്. സോ ഒരു മെറ്റൽ ഇതേപോലെ വെച്ചിരിക്കുന്നു. ആ മെറ്റലിലേക്ക് വേറൊരു മെറ്റൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ വി ക്യാൻ യൂസ് അനദർ മെറ്റൽ. എന്നിട്ട് അതിൻ്റെ എൻഡുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ 2 മെറ്റലുകളും കൂടി ചേർന്നിട്ടുള്ളൊരു ജംഗ്ഷൻ ഇവിടെയുണ്ട് അല്ലേ? ഇവിടെയും ഈ 2 മെറ്റലുകളും കൂടെ കൂടിച്ചേർന്നിട്ടുള്ളൊരു ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ 2 ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽസ് കൂട്ടിച്ചേർന്നിട്ടുള്ളൊരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. ഈ ക്ലോസ്ഡ് ലൂപ്പിൻ്റെ ഒരു എൻഡ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, ചൂടാക്കുന്നു, മറ്റേ എൻഡ് ഹീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ രണ്ട് ടെമ്പറേച്ചറിലേക്ക് വന്നു. ദിസ് പോയിന്റ് ഈസ് അറ്റ് ടെമ്പറേച്ചർ T1 ആൻഡ് ദിസ് പോയിന്റ് ഈസ് അറ്റ് ടെമ്പറേച്ചർ T2. ഹീറ്റ് ചെയ്യുന്ന ഭാഗം ഹയർ ടെമ്പറേച്ചറിലേക്ക് വരും. സോ T1 വിൽ ബി ഗ്രേറ്റർ ദാൻ T2.
അപ്പോൾ അങ്ങനെ രണ്ട് ജംഗ്ഷനിലെ രണ്ട് ടെമ്പറേച്ചറിൽ വരുമ്പോൾ എ കറന്റ് ബിഗിൻസ് ടു ഫ്ലോ ത്രൂ ദി സർക്യൂട്ട്. ഒരു കറന്റ് ഇതിൽ കൂടി ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ആ കറന്റിനെ നമുക്കൊരു വോൾട്ട്മീറ്റർ അമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യാം. ഒരു അമീറ്റർ ഈ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് മെഷർ ചെയ്യുന്ന ഡിവൈസാണ് അമീറ്റർ എന്ന് പറയുന്നത്. അമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ കറണ്ട് മെഷർ ചെയ്യാം. ഈ കറണ്ട് എന്ന് പറയുന്നത് ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഈ സർക്യൂട്ടിലെ കറണ്ട്. അല്ലെങ്കിൽ ഈ കറണ്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് സം ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ്. ഇതാണ് യഥാർത്ഥത്തിൽ തെർമോകപ്പിൾ. അതായത് രണ്ട് ഡിസിമിലർ മെറ്റൽസ് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം, അങ്ങനെ ഒരു ക്ലോസ് സർക്യൂട്ട് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ജംഗ്ഷൻസ് രണ്ട് ടെമ്പറേച്ചറിൽ കെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ we can see that a current will flow through the circuit, and that device is called a thermocouple. ഈ തെർമോകപ്പിൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സോളാർ റേഡിയേഷനെ മെഷർ ചെയ്യുന്നത്. ഏതിൽ? പൈറാനോമീറ്ററിൽ. So thermocouple is a closed loop which is made up of two different conductors of electricity. When the junctions of the thermocouple are kept at different temperatures, a current begins to flow through it. When the temperature difference between the two junctions increases, more current flows through it. Okay. അപ്പോൾ ഇത് കുറേ തെർമോകപ്പിളുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു മെറ്റൽ, ഇത് വേറൊരു മെറ്റൽ. കളർ ചേഞ്ച് ശ്രദ്ധിക്കുക. ഇതൊരു മെറ്റൽ, വേറൊരു മെറ്റൽ, വേറൊരു മെറ്റൽ, അങ്ങനെ. അപ്പോൾ ഇത് 1 എന്ന് മാർക്ക് ചെയ്യുന്ന മെറ്റലാണെങ്കിൽ ഇതെല്ലാം ഒരേ ടൈപ്പ് മെറ്റൽസ് ആണ്. ഈ ഡാർക്ക് ബ്ലൂ കളറിൽ, ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്നത് വേറൊരു ടൈപ്പ് മെറ്റൽസ്, 2 എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ജംഗ്ഷൻസ് ആണ് ഇവിടെ. ഒരു ജംഗ്ഷന് ഈ ഒരു പ്ലേറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു, മറ്റൊരു ജംഗ്ഷൻ വേറൊരു പ്ലേറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ദിസ് ഈസ് ദാറ്റ്. ഇത് ഒരു ജംഗ്ഷൻ ലോവർ ടെമ്പറേച്ചറിലേക്ക്, ഈ ജംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരേ ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചറിലേക്ക് വെക്കാം. ഇതൊരു ഹൈ ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ എ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദി സർക്യൂട്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. സോ ഈ പൈറാനോമീറ്ററിൽ ബേസിക് ആയിട്ടുള്ളത്, it consists of a black surface which receives the beam as well as diffuse radiations from the sun which rises the temperature of the surface. This black surface is covered by a glass dome which prevents the loss of heat. ഇതുപോലുള്ള ഒരു ബ്ലാക്ക് സർഫസ് ഉണ്ട് ഇതിൽ. ഓക്കെ, ഒരു ബ്ലാക്ക് സർഫസ്. ബ്ലാക്ക് സർഫസ്. ഈ ബ്ലാക്ക് സർഫസിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡോം കൊണ്ട് മൂടിയിരിക്കുന്നു, ഒരു ഗ്ലാസ് ഡോം കൊണ്ട് മൂടിയിരിക്കുന്നു. ഈ ഗ്ലാസ് ഡോം കൊണ്ട് മൂടുന്നതിൻ്റെ രണ്ട് ഉദ്ദേശമാണ്. ഇതിലേക്ക് എല്ലാ ഡയറക്ഷനിലേക്കും ഉള്ള ലൈറ്റ് ഇതിലേക്ക് പ്രവേശിക്കും. പക്ഷേ എല്ലാ റേഡിയേഷനെയും ഇത് ഒരേപോലെ തന്നെ ഇതിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ഒക്കെ നടന്നിട്ട് കുറേ റേഡിയേഷൻസ് ഇതിൽ ട്രാപ്ഡ് ആയിരിക്കും. ഇനി ഈ ബ്ലാക്ക് സർഫസിലേക്ക് റേഡിയേഷൻസ് വന്ന് വീഴുമ്പോൾ ഇത് ഹീറ്റാവും, സർഫസ് ഹീറ്റാവും. സർഫസ് ഹീറ്റാവുമ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ എന്ത് കണക്ട് ചെയ്തെന്നറിയോ, എ സീരീസ് ഓഫ് തെർമോകപ്പിൾസ് ആർ അറേഞ്ച്. ഇവിടെ നമ്മൾ കുറേ തെർമോകപ്പിൾസ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ തെർമോകപ്പിളിൻ്റെ ബോട്ടം എൻഡുകളെല്ലാം കൂടിയിട്ട് നമ്മൾ ഒരു ലോ ടെമ്പറേച്ചറിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദിസ് അറേഞ്ച്ഡ് ഇൻ ലോ ടെമ്പറേച്ചർ. അപ്പോൾ മുകളിലത്തെ ഈ ജംഗ്ഷൻസ് എല്ലാം ഈ ബ്ലാക്ക് സർഫസുമായിട്ട് കോണ്ടാക്റ്റിലായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹീറ്റ് റേഡിയേഷൻസ് വന്ന് വീണ് കഴിയുമ്പോൾ ഈ സർഫസ് എന്താവും, ഹീറ്റാവും. ഇതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, ടെമ്പറേച്ചർ ഇൻക്രീസസ്. അപ്പോൾ ഈ ജംഗ്ഷനിലെയും ഈ ജംഗ്ഷനിലെയും ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പം എ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ സർക്യൂട്ട് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. ആ മെഷർമെൻ്റ് എന്ന് പറയുന്നത്
ഇവിടെ എത്രത്തോളം ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുന്നു എന്നതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ആ ടെമ്പറേച്ചർ ഡിഫറൻസിന് കാരണമാകുന്നത് എത്രത്തോളം ലൈറ്റ് റേഡിയേഷൻസ് അതിൽ വന്ന് വീഴുന്നു എന്നതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇൻഡയറക്ട്ലി ലൈറ്റ് റേഡിയേഷൻസ് എത്രത്തോളം വീഴുന്നു എന്നുള്ളത് ഈ കറണ്ട് മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇതാണ് it consists of a black surface which receives the beam as well as diffuse radiations which raises the temperature of the surface. The black surface is covered with a glass dome which prevents the loss of heat. A large number of thermocouples are arranged in such a way that one of the junctions of these thermocouples are at the hot surface and the other at a constant low temperature. Such a collection of thermocouples arranged in series is called a thermopile. ഇതിനെ നമ്മൾ തെർമോപൈൽ എന്ന് പറയാം. ദിസ് ഈസ് കോൾഡ് തെർമോകപ്പിൾ. കുറേ തെർമോകപ്പിളുകൾ സീരീസ് ആയിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വെക്കുന്നതിന് നമ്മൾ തെർമോപൈൽ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ്, ദ ബ്ലാക്ക് സർഫസ് കെപ്റ്റ് ഇൻ പൊസിഷൻ ബൈ സപ്പോർട്ടിംഗ് സ്റ്റാൻഡ്സ് ആൻഡ് ലെവലിംഗ് സ്ക്രൂസ്. ഈ ബ്ലാക്ക് സർഫസിനെ ഇതിൻ്റെ പൊസിഷനിൽ അതിൻ്റെ സപ്പോർട്ടിംഗ് സ്റ്റാൻഡ്സും ലെവലിംഗ് സ്ക്രൂസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. ഇതാണ് നമ്മളെ പൈറാനോമീറ്ററിൻ്റെ എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ ശരിക്കും കൊമേഴ്ഷ്യലായിട്ടൊരു മോഡലാണ്, ഇതിൻ്റെ ചിത്രമാണ് ഇതിവിടെ കാണിച്ചിരിക്കുന്നത്. അത് ശരിക്കും ഹൊറിസോണ്ടലായിട്ട് വെക്കാനുള്ള ലെവലിംഗ് സ്ക്രൂസ് ഒക്കെ ഇവിടെയുണ്ട്. ഇതാണ് ഇതിൻ്റെ ഗ്ലാസ് ഡോം. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ബ്ലാക്ക് സർഫസ് വരുന്നത്. അതിൻ്റെ അടിയിൽ തെർമോപൈലുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഔട്ട്പുട്ടായിട്ടുള്ള കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജുകൾ നമുക്ക് ഇതിൽ കൂടി മെഷർ ചെയ്യാൻ പറ്റും. സോ ഈ വർക്കിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. When pyranometer is exposed to the sun, it starts receiving the solar radiations. Hence the surface temperature of the black surface starts rising due to the absorption of radiations. Radiation absorb ചെയ്തുകൊണ്ട് ബ്ലാക്ക് സർഫസിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. When the temperature of the black surface increases, the temperature of the junction of the thermocouple in contact with the black surface increases. തെർമോകപ്പിളിൻ്റെ ഒരു ജംഗ്ഷൻസ്, കുറേ സീരീസ് ഓഫ് തെർമോകപ്പിൾസ് ഉണ്ട്, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ജംഗ്ഷൻ ബ്ലാക്ക് സർഫസുമായിട്ട് കോൺടാക്റ്റിലായിരിക്കും. ആ ജംഗ്ഷൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. മറ്റേ ജംഗ്ഷൻ്റെ ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റന്റ് ലോ ടെമ്പറേച്ചറിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. When current in the thermocouple, then the current in the thermocouple increases. The current will depend on the amount of radiation falling on the black surface. Hence, by measuring the current or voltage in the thermopile, the amount of radiation can be measured. This is the principle of thermocouple. ഇതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ വേറൊരു ചിത്രമാണ്, സ്കെച്ചാണ്. നമ്മളിപ്പോൾ ഒരു ഡോമുണ്ട്, ഗ്ലാസ് ഡോമുണ്ട്. ഗ്ലാസ് ഡോമിൻ്റെ ഉള്ളിലായിട്ടൊരു ബ്ലാക്ക് സർഫസ് ഉണ്ട്. ബ്ലാക്ക് സർഫസിൻ്റെ അടിയിലായിട്ട്, ദിസ് എ ബ്ലാക്ക് സർഫസ്, ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ തെർമോപൈലുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. തെർമോപൈൽ അറേഞ്ച്, തെർമോകപ്പിൾസ് അറേഞ്ച് ചെയ്തിട്ട്, ദറ്റ് ഇസ് എ സീരീസ് തെർമോകപ്പിൾസ് കണക്റ്റഡ് ഇൻ സീരീസ് ഇസ് കോൾഡ് തെർമോപൈൽ. ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പുറത്തേക്ക് മെഷർ ചെയ്തെടുക്കുന്നു. ഈ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിൻ്റെ ടെക്നോളജിനെ കുറിച്ചൊന്നും നിങ്ങൾ ബോധേഡാവണ്ട. അപ്പോൾ ഏതായാലും എത്രത്തോളം റേഡിയേഷൻ, കൂടുതൽ റേഡിയേഷൻ ഇവിടെ വീഴുമ്പം കൂടുതൽ വോൾട്ടേജ് അല്ലെങ്കിൽ കൂടുതൽ കറണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അതിനനുസരിച്ചാണ് നമുക്ക് ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണക്കിലെടുക്കുന്നത്. സോ പൈറാനോമീറ്റർ ഈസ് എ device to measure solar radiations indirectly by measuring the current produced or voltage produced in a thermocouple. Okay, thank you.